ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്ലോട്ടുകൾ ലഭ്യമല്ല. ജനുവരി 10 വരെയുള്ള ബുക്കിംഗ് സ്ലോട്ടുകൾ തീർന്നു. പ്രതിദിനം 80,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ നൽകുന്നത്. തിരക്ക് വർദ്ധിച്ചത് മൂലം സ്പോട്ട് ബുക്കിംഗ് 10,000 നിജപ്പെടുത്തി. മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണം ഇനിയുള്ള ദിവസങ്ങളിൽ ഉയരും. വെർച്വൽ ക്യൂ ബുക്കിംഗ് കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നു. നേരത്തെ തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി ഇടപെട്ട വെർച്വൽ ക്യൂ ബുക്കിംഗ് എണ്ണം 90,000 നിന്നും 80,000 നിജപ്പെടുത്തിയിരുന്നു. എന്നാൽ നിയന്ത്രണത്തിന് മുൻപ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ 80,000 മുകളിൽ പോയിട്ടുണ്ട്. ആ ദിവസങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് ക്രമപ്പെടുത്തി 90,000 തിരക്ക് നിയന്ത്രിക്കാനാണ് തീരുമാനം. 80,000 മേൽ വരുന്നതെല്ലാം ദിവസങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് 10,000 താഴെയായിട്ട് നിജപ്പെടുന്നതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇത് നേരത്തെ 90,000 ആയിരുന്നു. മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കിന് നട തുറന്നു കഴിഞ്ഞ് 1-2 ദിവസങ്ങളിൽ മാത്രമേ ഇനി ബുക്കിംഗ് ഏതാനും ചില സ്ലോട്ടുകൾ ഒഴിവുള്ളൂ. ബാക്കി പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്തിരിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് ഭക്തരുടെ എണ്ണം ഇനിയും ഏറാനാണ് സാധ്യത. അതിനാൽ ജനുവരി 11 ശേഷമുള്ള ബുക്കിംഗ് സ്ലോട്ടുകൾ തുറന്ന് നൽകിയിട്ടില്ല. മകരവിളക്കിന് നട തുറന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-11 ജനുവരി 10-11 ഏതാനും ചില സ്ലോട്ടുകൾ മാത്രമേ ഇപ്പം ബുക്കിങ്ങിനായിട്ട് ഒഴിവുള്ളൂ. ബാക്കിയെല്ലാം ബുക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. 80,000 ലിമിറ്റ് ചെയ്യുന്നതിന് മുമ്പ് 90,000 ആയിരുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഇത് 80,000 മേൽ ബുക്കിംഗ് ആയിപ്പോയിട്ടുണ്ട്. അതെല്ലാം അവിടെ വെച്ച് ഫ്രീസ് ചെയ്യുകയും പിന്നെ 80,000 താഴെ നിന്ന ബുക്കിങ്ങുകളെല്ലാം 80,000 ലിമിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ അത് മാനേജ് ചെയ്ത് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മണ്ഡല പൂജയ്ക്ക് ശേഷം 27-ന് നടയടക്കുന്നതുവരെ തിരക്ക് തുടരും. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.